തോമസ്, ഇപ്പോൾ ആഷിഖ് അബുവിന്റെ അഭിപ്രായം താങ്കൾ കേട്ടുവല്ലോ. ഈ ഫെഫ്ക ഇന്ന് ഈ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പറയണമായിരുന്നു. അതിനെന്തിന് മടിക്കുന്നു? സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക എന്താണ് അവരെ ഇങ്ങനെ പിന്നോട്ട് നയിക്കുന്നത്? ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഏതെങ്കിലും ജംഗ്ഷനിൽ നിന്ന് മൈക്ക് കെട്ടി പറയാന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിയിൽ നിന്ന് പറയുക എന്നുള്ളതാണ്. ഒരു ലെറ്റർ ഹെഡിലെങ്കിലും പറയാമായിരുന്നു, അതുപോലും ഉണ്ടായില്ല. ഈ ലെറ്റർ ഹെഡിൽ പറയുന്നത് ഏതെങ്കിലും പത്രക്കുറിപ്പ് കൊടുത്താണോ? ഞങ്ങൾ 21 സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർക്ക് കൊടുത്ത ഒരു കുറിപ്പാണത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമോ എന്ന് അതങ്ങനെ ലീക്കായതാണത്. ആ ജനറൽ സെക്രട്ടറിമാരോട് ഇത്രയും മതിയോ, ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡി ഉണ്ണികൃഷ്ണൻ കൊടുത്തൊരു കുറിപ്പാണ്. അത് പത്രങ്ങൾ കൊടുക്കുമ്പോൾ ലെറ്റർപാട് തന്നെ കൊടുക്കും. അത് എവിടുന്നോ ലീക്ക് ഔട്ടായി അതിന്റെ കുറിപ്പ് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് ആഷിഖ് അബുവിനോടൊരു ചോദ്യമുണ്ട്. ആഷിഖ് അബു, നിങ്ങൾ ഡയറക്ടേഴ്സ് യൂണിയനിലെ സജീവ അംഗമാണ്, ഫെഫ്കയിലെ അംഗമാണ്. ഫെഫ്കയുടെ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി ഇത് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആഷിഖ് അബു സജീവ അംഗമല്ലേ? എനിക്ക് മറുപടി പറയാമാണ്. ആഷിഖ് പറഞ്ഞോളൂ. ജോസ് തോമസ് ആണ് ആ ചോദ്യം ഉന്നയിച്ചത്. ഞാനിത് സംസാരിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ഞാൻ പല രീതിയിൽ ഇതിന്റെ ഭാരവാഹികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ അഭിപ്രായം എന്താണ്, നിലപാട് എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അത് വ്യക്തിപരമായിട്ട് യൂണിയൻ അംഗം എന്നുള്ള നിലയ്ക്ക് അതിന് മറുപടി കിട്ടാതെ ആയപ്പോഴും, കിട്ടിയ മറുപടി എനിക്ക് തീരെ സ്വീകാര്യമല്ലാത്ത മറുപടി ആയിരുന്നപ്പോഴുമാണ് എനിക്ക് പരസ്യമായി സംസാരിക്കേണ്ടി വന്നത്. ഡോക്ടേഴ്സ് യൂണിയനിലെ രഞ്ജി പണിക്കരാണല്ലോ അതിന്റെ നേതൃത്വത്തിലുള്ളത്. രഞ്ജിയായിട്ടാണോ സംസാരിച്ചത്? അതെ, രഞ്ജിയുണ്ട്, GS വിജയനുണ്ട്, ആഷിഖ് അബു അവരുമായിട്ടാണോ സംസാരിച്ചത്? എനിക്കറിയില്ല. ഇതിനൊരു ആക്ടിംഗ് സെക്രട്ടറി ഉണ്ടല്ലോ, സോഹൻലാൽ, സീനു സോഹൻലാൽ, അദ്ദേഹവുമായിട്ടാണ് സംസാരിച്ചത്. എന്നിട്ട് അനുകൂലമായ മറുപടി കിട്ടിയില്ല അല്ലേ? അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പരസ്യമായിട്ട് നിലപാട് എടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതാണ് ജോസ് തോമസ്. ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി 7 പേരുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. ഈ സോഹൻ സീനുലാലിന് അങ്ങനെ ഒരു കത്ത് കിട്ടുകയോ അല്ലെങ്കിൽ സോഹൻ സീനുലാലിനോട് സംസാരിച്ചിട്ടുണ്ടെന്നോ ഉള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ ഫെഫ്ക എന്തിനാണ് ഒളിച്ചിരിക്കേണ്ടത്? എന്ത് കാര്യത്തിനാണ് ഒളിച്ചിരിക്കേണ്ടത്? ആരാണ്? ഫെഫ്കയുടെ അംഗങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറ്റാരോപിതരാകുമ്പോൾ ഞങ്ങൾ നടപടിയെടുക്കുമെന്നല്ല. ശരിക്കും പറഞ്ഞാൽ അതിന് FIR ഇട്ട് അവർക്കെതിരെ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തും. അവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും. അതാണ് ഫെഫ്കയുടെ നിലപാട്. അത് ആഷിഖ് അബുവിനും അറിയാവുന്നതാണ്. പിന്നെ നിലപാടാണത് ബഹുമാനത്തോടെ അതിനോട് വിയോജിക്കും. അത് ഫെഫ്കയുടെ നിലപാടായിരിക്കും. എനിക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്ത് ക്രിമിനൽ കുറ്റം ചെയ്ത ആളെ പുറത്താക്കുന്നു? അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ നടപടിയെടുക്കുള്ളൂ എന്ന് പറയുന്ന കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ നടപടിയെടുക്കണമെന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? എങ്ങനെയാണോ സാധാരണ നാട്ടു നടപ്പ് അതുപോലെ ചെയ്യണ്ടേ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആരോപണം ഉണ്ടായി മുകേഷ് രാജിവെക്കണ്ടേ ആഷിഖ് അബു? നമുക്ക് കാണാം മുകേഷ് രാജിവെക്കോ ഇല്ലെന്ന്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഉടനെ ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം. ഇപ്പോ അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലോ. എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രം. അല്ല, താങ്കൾക്ക് വിയോജിക്കാം. പക്ഷേ താങ്കൾ ഇങ്ങനെ പരസ്യമായി ബി ഉണ്ണികൃഷ്ണൻ എന്തോ മാഫിയ തലവനെ ആണെന്ന് പോലെ സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് ദൈവമാണെന്നല്ല, അങ്ങനെ പച്ച മനുഷ്യനാണ്. അദ്ദേഹം നേതൃത്വത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനഭിമതനായിട്ട് തോന്നുന്നില്ല. കാരണം കൃത്യമായ നടപടികളും കൃത്യമായ ജനാധിപത്യ രീതിയും ഫെഫ്കയിലുണ്ട് എന്ന് അവിടെ 8000-ലധികം വരുന്ന അതിലെ അംഗങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ യാതൊരു വിയോജിപ്പുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഇതുപോലുള്ള വിയോജിപ്പുകളുടെ സ്വരങ്ങൾ വരുമ്പോൾ അത് ചാനലിൽ പറയുന്നതിന് മുമ്പ് അതിന്റെ അധികൃതരോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതാണ് മര്യാദയുള്ള സംഘടന എന്ന് ആഷിഖ് അബു, ഇതാണ് ജോസ് തോമസ്. അദ്ദേഹം ഫെഫ്കയുടെ ഔദ്യോഗിക നേതൃത്വം